എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ഫെബ്രുവരി 18 ബുധനാഴ്ച. മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിരുന്നു. വളരെയധികം വിഷമഘട്ടത്തിലൂടെയാണ് ഇന്ന് പോയത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് കൂടുതൽ ട്രേഡുകളൊന്നും എടുത്തില്ല. 2 ട്രേഡുകൾ എടുത്ത് ഒരെണ്ണം പ്രോഫിറ്റും ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് വളരെ സുഖകരമല്ലായിരുന്നു. എന്നിരുന്നാലും മാർക്കറ്റ് സെക്കൻഡ് ഹാഫിൽ വളരെയധികം ഒരു ബയ്യിങ് പ്രഷറോടുകൂടി മുന്നിലേക്ക് പോകുന്നതായിട്ടാണ് കണ്ടത്. അതായത് രാവിലെ ഈ ആഗോള അനിശ്ചിതത്വങ്ങൾ മൂലമാണ് മാർക്കറ്റ് വളരെ സഹതാപ തരംഗത്തിലേക്ക് പോയത്. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡൊമസ്റ്റിക് സെക്ടറൽ സൂചനകൾ ഹെൽപ്ഫുള്ളായി മാറുകയായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വളരെ ജാഗ്രതയോടെയാണ് മൂവ് ആയിക്കൊണ്ടിരുന്നത്. നമുക്കെല്ലാം അറിയാം. ഒരു 15 മിനിറ്റ്സ് ക്യാൻഡലിനെ സംബന്ധിച്ചിടത്തോളം കേവലം ചെറിയ, അതായത് ഒരു നാരോ റേഞ്ചിലാണ് ഇന്ന് ട്രേഡ് ആയത് എന്നുള്ളതാണ്. മോർണിംഗ് ടൈമിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത്രയും ഈ ചെറിയൊരു റേഞ്ചിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസിലേക്ക് പോവുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. സെക്കൻഡ് ഹാഫിലാണെങ്കിൽ ട്രേഡ് എടുക്കാനുള്ള ഒരു മൂഡിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് പേഴ്സണലി. ഏതായിരുന്നാലും ഈ ഒരു ഡൊമസ്റ്റിക് ക്യൂസ്, അതായത് ഡൊമസ്റ്റിക് സെക്ടറൽ ക്യൂസ് വന്നതോട് കൂടിയിട്ട് ഒരു ബയ്യിങ് മൂഡിലേക്ക് മാർക്കറ്റ് മാറുകയും വൈകിയാണെങ്കിലും സെക്കൻഡ് ഹാഫിൽ പോസിറ്റീവ് സൈഡിലേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു. ഇതിന് പ്രധാനമായും ബാങ്കിങ്, ഫിനാൻഷ്യൽ, മെറ്റൽ സെക്ടറുകളാണ് ചുക്കാൻ പിടിച്ചത്. അങ്ങനെ തുടർച്ചയായ 3-ാം സെഷനിലും ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് പ്രധാന നേട്ടം. കൂടാതെ FMCGയിലും ഒരു സെലക്റ്റഡ് ബയ്യിങ് നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ AI ബേസ്ഡ് തടസ്സങ്ങളെയും അതുപോലെ മാർജിൻ പ്രഷറിനെയും കുറിച്ചുള്ള ആശങ്കകൾ കാരണം IT സെക്ടർ ഇന്നും പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 20 ഡേ EMAയുമായി അടുത്തു നിൽക്കുന്ന 25,645 ഈ ഒരു സോണ്, അതുപോലെ തന്നെ 25,660 ഈ ഒരു 15 പോയിന്റിന് ഇടയിൽ സപ്പോർട്ട് ബാൻഡിനെ സ്ട്രോങ് ആയിട്ട് റെസ്പെക്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. ആ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് സസ്റ്റെയിൻ ചെയ്ത് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സോടുകൂടി ട്രേഡിംഗ് നടക്കുകയാണ് പിന്നീട് നടന്നത്. ഈ സോണിൽ നിന്നുള്ള ഒരു സ്ട്രോങ് ബയ്യിങ് പ്രഷർ ഒരു ഇൻട്രാഡേ അപ് ട്രെൻഡിന് തുടക്കമിട്ടു എന്ന് പറയാം. സെഷൻ്റെ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞു നേരത്തെ, ഹയർ ലോ രീതിയിലാണ് മുന്നോട്ട് പോയത്. ഈ മൂവ്മെൻറ്റ് അവസാനം 25,800 എന്നുള്ള റെസിസ്റ്റൻസ് ലെവലിന് മുകളിലുള്ള ഒരു ബ്രേക്ക് ഔട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ MACD, അതായത് മൂവിങ് ആവറേജ് കൺവെർജൻസ്, ഇത് പോസിറ്റീവ് ക്രോസ് ഓവർ സോണിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള റിക്കവറിക്ക് സാധ്യത കൂടുതലാക്കുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും 25,850 അതുപോലെ 25,900 സപ്ലൈ അബ്സോർപ്ഷൻ വ്യൂ സോണാണ് എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സോൺ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. ഏത് 25,850 25,900 എന്നുള്ളത് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. എന്നാൽ ഇനീഷ്യൽ സപ്പോർട്ട് 25,650 സമീപത്താണുള്ളത്. തുടർന്ന് 25,600 അതുപോലെ 25,550 റേഞ്ചൊക്കെ ഒരു സ്ട്രോങ് ഡിമാൻഡ് ബേസായിട്ട് ഫോം ആയിട്ടുണ്ട്. നിഫ്റ്റി ഈ ലെവലുകൾക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം ബയ്യിങ് ബയാസോടുകൂടി സ്ലൈറ്റ്ലി പോസിറ്റീവായി തുടരും എന്നുള്ളതാണ്. മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 94 പോയിൻ്റാണ് ഇന്ന് പോസിറ്റീവിലായിരിക്കുന്നത്, 25,820 അതുപോലെ സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 283 പോയിന്റ് പോസിറ്റീവിൽ 83,734 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 377 പോയിന്റ് പോസിറ്റീവിൽ 61,550 ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ക്വാളിറ്റി വാൾസ് 4.94% ഉയർന്നിരിക്കുന്നത്. അതുപോലെ HDFC ലൈഫ് ഇൻഷുറൻസ് 3.37, തുടർന്ന് ടാറ്റ സ്റ്റീൽ, ITC, ടാറ്റ കൺസ്യൂമർ എന്നിങ്ങനെ 34ഓളം സ്റ്റോക്കുകൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ONGC ഇന്ന് 2.67% നെഗറ്റീവിലാണ്. വിപ്രോ, എറ്റേണൽ,
അദാനി എൻ്റർപ്രൈസസ്, ഇൻഫോസിസ് തുടങ്ങി 16ഓളം സ്റ്റോക്കുകൾ റെഡിലും ക്ലോസ് ചെയ്തു. IT സെക്ടർ തന്നെയാണ് ഇന്ന് കാര്യമായി ബാക്കിലേക്ക് പോയത്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മിഡ് ക്യാപ്പ് 0.5% ഉയർന്നപ്പോൾ സ്മോൾ ക്യാപ്പ് 0.54% ഗ്രീനിലാണ്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ 1.33% പോസിറ്റീവിലാണ്. PSU ബാങ്ക് 1.3%, FMCG 1.2%, എന്നാൽ IT 1.23% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നാളെ ഇൻട്രാഡേ ലെവലിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഇത് ബാങ്ക് നിഫ്റ്റിയുടെ 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 61,760 മുകളിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. 61,760 മുകളിൽ അപ്സൈഡിലേക്ക് എൻട്രി എടുക്കാൻ നമുക്ക് ചാൻസ് ഉണ്ട്. ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സ്വിംഗ് ലോവിൽ നിന്ന് 61,300 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കും എൻട്രി എടുത്ത് പോകാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് 25,710 എന്നുള്ള ഈ ഒരു സോൺ വാച്ച് ചെയ്യാവുന്നതാണ്. അതിന് താഴെ പോവുകയാണെങ്കിൽ എൻട്രി എടുത്ത് പോകാം. അതുപോലെ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 25,860. ഓക്കെ, 25,860 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുത്ത് പോകാം. അതിനുശേഷം 25,900 റെസിസ്റ്റൻസ് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ഈ ലെവലുകളും നിങ്ങൾക്ക് നാളെ വാച്ച് ചെയ്യാം. ഇന്ന് ജസ്റ്റ് ഞാനെടുത്ത ട്രേഡുകളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് സ്റ്റോക്ക് 1980 നിന്ന് 2000 വരെ പോയിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് വരികയാണ് ചെയ്തത്. 2001 വരെ പോയി. 2015 ഫസ്റ്റ് ടാർഗറ്റ്. പിന്നീട് സെൻസെക്സ് 83,300 കാൾ സൈഡ് എടുത്തു. 225 അത് വന്നില്ല. പിന്നീട് 330 340 തന്നെ എക്സിറ്റ് അടിച്ചു. പിന്നീട് ഒരു കോൾ സൈഡ് നിഫ്റ്റി എടുത്തു 171. അത് SL ഹിറ്റായിരുന്നു. പിന്നീട് റീ എൻട്രി 162 അത് 180 വരെ പോയി. അത് മാത്രമാണ് ഇന്ന് പ്രോഫിറ്റ് ആയിട്ട് ലഭിച്ചത്. പിന്നീട് സെൻസെക്സ് 225 ആക്റ്റീവായി 238 വരെ പോയി. അവസാനം ബാങ്ക് നിഫ്റ്റി 61,200 കോൾ സൈഡ് എടുത്തു 350. പക്ഷേ ഒരു ലെവലേഷൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും 340 330 ഈ ഒരു റേഞ്ചിൽ കളിക്കുക നല്ലത്. 332 വരെ വന്നു. SL ഹിറ്റായില്ല. പിന്നീട് 350 വന്നപ്പോൾ അത് എക്സിറ്റ് അടിച്ചു. ഇന്നത്തെ ട്രേഡിംഗ് ക്ലോസ് ചെയ്യാണ് ഉണ്ടായത്. ഓക്കെ, ഏതായിരുന്നാലും ഈവനിങ് ഇനി കമ്മോഡിറ്റിയുണ്ട്, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ വല്ല ചാൻസ് ഉണ്ടോ നോക്കണം. ഓക്കെ, നാളെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അതോടൊപ്പം സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തും. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഇതിലാണ് ടെലഗ്രാം ചാനലിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. ന്യൂസുകളും അതുപോലുള്ള ചാർട്ടുകളും എല്ലാം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ആവട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു. ബൈ.